ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സൂപ്പർ സൈക്ലോഗ്സ്. എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ചെറിയൊരു ഷോപ്പിംഗ് വ്ളോഗാണ്. അപ്പോൾ ഇവിടെ നല്ല തണുപ്പ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് കോട്ടും കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ട്. അപ്പോൾ ചെറിയൊരു വിൻ്റർ ഷോപ്പിംഗ് വ്ളോഗ് എന്ന് തന്നെ പറയാം കേട്ടോ. അപ്പോൾ ഇവിടെ അടുത്തൊരു 20 റിയാലിൻ്റെ ഷോപ്പുണ്ട്, അവിടേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ആ ഷോപ്പിൻ്റെ പേര് തന്നെ 2020 ആണ്. കാരണം എല്ലാം 20 റിയലാണ് തോന്നുന്നു. നമ്മൾ അതുവരെ പോയിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് നോക്കാം എങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ നമുക്ക് നേരെ ഷോപ്പിലെത്തിയിട്ട് കാണാം. അങ്ങനെ നമ്മളിത് ആ ഷോപ്പിലെത്തി കേട്ടോ. അപ്പോൾ ഈ ഒരു ഷോപ്പ് നമുക്ക് റൂമിൽ നിന്ന് വലിയ ദൂരമൊന്നും ഇല്ല കേട്ടോ. പിന്നെ അധികം തിരക്കൊന്നും കാണാനില്ല. എന്തായാലും നമുക്ക് ഉള്ളിൽ കയറിയിട്ട് നോക്കാം. അപ്പോൾ കണ്ടോ 2020 എന്ന് എഴുതിയിരിക്കുന്നത്, കാരണം 20 റിയാലിൻ്റെ ഷോപ്പാണ് കേട്ടോ. അതുപോലെ ഇവിടെ 22 റിയാലിൻ്റെ ഷോപ്പ് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് കയറിയിട്ട് നോക്കാം. തിരക്കുണ്ടാവുമെന്ന് അറിയില്ല കേട്ടോ. പരമാവധി ഞാൻ വീഡിയോസൊക്കെ എടുക്കാൻ നോക്കാം. അതുപോലെ തന്നെ ഇവിടെ നല്ല തണുപ്പ് തുടങ്ങി കേട്ടോ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഏത് ഷോപ്പിൽ പോയാൽ, ഇപ്പോൾ ഡ്രസ്സിൻ്റെ ഒക്കെ ഷോപ്പിൽ പോയാൽ അവിടെ കൂടുതലും ഇപ്പോൾ തണുപ്പിന് ഇടാൻ പറ്റിയ ഡ്രസ്സ് കോട്ട് അതൊക്കെ ആയിരിക്കും കൂടുതൽ കേട്ടോ. അപ്പോൾ മെയിനായിട്ട് ചേട്ടനെ എടുക്കാൻ വേണ്ടിയാണ് വന്നത്. കാരണം എനിക്ക് ഓൾറെഡി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, കുറേ ഡ്രസ്സൊക്കെ എടുത്തു. അപ്പോൾ ചേട്ടനെ എടുക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് വന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും പോയി നോക്കാം. അപ്പോൾ കുറേ ആയിട്ട് നമ്മൾ ഈ ഒരു ഷോപ്പിലേക്ക് വരാൻ പ്ലാൻ ചെയ്യുന്നത്, കാരണം എങ്ങനെയാണെന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നല്ല സെലക്ഷനൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ 20 റിയാൽ, അതുപോലെ 23 റിയാലിൻ്റെയൊക്കെ ഉണ്ട്. പിന്നെ റേറ്റ് കുറവുള്ളതുണ്ട്. അതുപോലെ തന്നെ നല്ല സെലക്ഷനും ഉണ്ട് കേട്ടോ. പിന്നെ കൂടുതലും ഇപ്പോൾ ഈ ഒരു വിൻ്റർ സീസണിൽ ഇടാൻ പറ്റിയ ഡ്രസ്സൊക്കെയാണ് കൂടുതലും ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ ഇവിടെ പലതരം കോട്ടുകൾ, ഇപ്പോൾ നമുക്ക് റൂമിലൊക്കെ ഡെയിലിയൊക്കെ ഇടാൻ പറ്റുന്ന ഡ്രസ്സുകൾ, തണുപ്പ് കാലത്ത് ഇടാൻ പറ്റുന്ന ഡ്രസ്സുകളൊക്കെയാണ് ഇവിടെ കൂടുതലും. അപ്പോൾ ആദ്യം തന്നെ ലേഡീസിൻ്റെ സെക്ഷൻ നോക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു ആദ്യം എനിക്ക് എന്തെങ്കിലും പറ്റിയതുണ്ടെങ്കിൽ നോക്കാമെന്ന് പ്ലാൻ ചെയ്തു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോസ് എടുക്കലും പർച്ചേസും കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. പിന്നെ ചേട്ടനാണെങ്കിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോസ് എടുക്കാൻ ഭയങ്കര മടിയാണ്. അതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ ഈ ഡെയിലി വ്ളോഗ് ചെയ്യുന്നവർ സമ്മതിക്കണം കേട്ടോ. കാരണം പുറത്തുമ്പോൾ വീഡിയോസ് എടുക്കാനും അതുപോലെ തന്നെ അവരുടെ കാര്യങ്ങൾ ചെയ്യാനൊക്കെ ആകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അപ്പോൾ ശരിക്കും ഇപ്പോഴാണ് അതിൻ്റെ ഒരു റിസ്ക് മനസ്സിലാവുന്നത്. അപ്പോൾ നല്ല സെലക്ഷൻ ഉണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ കൂടുതലും ഇപ്പോൾ നമുക്ക് വിൻ്റർ സീസണിൽ ഇടാൻ പറ്റിയ ഡ്രസ്സാണ് ഇവിടെ കൂടുതലും കേട്ടോ. എന്താ കുറേ നടന്ന് നമുക്ക് കാണാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ. വലിയൊരു ഷോപ്പ് തന്നെയാണ്. അപ്പം ഞാൻ വിചാരിച്ചിരുന്ന പിന്നെ എനിക്കും കുറച്ച് ഡ്രസ്സ് നോക്കാം വീട്ടിലിടാൻ, ഡെയിലി യൂസിന് ഇടാൻ പറ്റിയത്. കാരണം ഇപ്പോൾ തണുപ്പ് ഇനി കൂടും. അപ്പോൾ തണുപ്പ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയ ഡ്രസ്സ് വേണം നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അങ്ങനെ കുറച്ച് 2-3 ഡ്രസ്സൊക്കെ ഞാനവിടെ നോക്കി കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് വേണം ഇനി ചേട്ടൻ്റെ സെക്ഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്കിപ്പോൾ തൽക്കാലം എനിക്ക് എടുക്കണ്ട എന്നുള്ളൊരു പ്ലാനിങ്ങായിരുന്നു ഞാൻ വന്നത് കേട്ടോ. കാരണം എനിക്ക് മുൻകൂട്ടി നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചേട്ടൻ കൂടെ വന്നില്ല. അപ്പോൾ ചേട്ടൻ എന്തായാലും ചേട്ടൻ എടുക്കണമെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് കൂടെ എടുക്കുന്നത് എനിക്ക് അറിയാം കേട്ടോ. അപ്പോൾ ചേട്ടൻ പറയുന്നുണ്ട് നീ ഏതെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടത് എടുക്കുന്നത്. പക്ഷേ എനിക്ക് ഫുള്ള് ഇങ്ങനെ കണ്ടപ്പോൾ ഏതെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ നേരം ഞങ്ങൾ ഇവിടെ തന്നെ സ്പെൻഡ് ചെയ്തു. പിന്നെ കുറേ ടൈം നമ്മൾ ഇവിടെ തന്നെ സ്പെൻഡ് ചെയ്തു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് പിന്നെ ഡെയിലി യൂസിന് ഒരു 3-4 പാൻറ്റൊക്കെ എടുക്കാമെന്ന്. അങ്ങനെ ഞാനൊരു 3-4 പാൻറ്റ് എടുത്തു കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ സൈസ് കറക്റ്റാണെന്ന് നോക്കുകയാണ് കേട്ടോ. ഞാൻ മനസ്സോടെ എടുത്തത്, കാരണം എനിക്ക് ഓൾറെഡി എടുത്തിട്ടുണ്ട്. പിന്നെ ചേട്ടനേക്കാളും കൂടുതൽ എനിക്കാണ് കേട്ടോ. അങ്ങനെ ഇതെടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് എടുത്തു തരിക, അതാ പ്രശ്നം. ഇപ്പോൾ ഷോപ്പിങ്ങിന് വന്നത് ചേട്ടനെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പക്ഷെ കൂടുതലും എടുത്തത് എനിക്കാണ്. അങ്ങനെ ഞാൻ എന്താ കുറേ പാൻറ്റും കാര്യങ്ങളൊക്കെ ഞാൻ നോക്കി. ശരിക്കും നല്ല സെലക്ഷൻ ഉണ്ട് കേട്ടോ. എനിക്ക് ശരിക്കും കൺഫ്യൂഷനായിട്ട് നിൽക്കുകയാണ്, ഏതെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ആയിരുന്നു കേട്ടോ. നല്ല സെലക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ കംഫർട്ടബിൾ ആയിട്ടുള്ള റേറ്റ് തന്നെയാണ് കേട്ടോ ഇവിടെ. നല്ല അടിപൊളി ടോപ്പുകളും അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ വിൻ്ററിൽ ഇടാൻ പറ്റിയ ഡ്രസ്സാണ് ഏറ്റവും കൂടുതൽ ഇവിടെ കാണുന്നത് കേട്ടോ. അപ്പം ഞാനിവിടെ എനിക്ക് ഡെയിലി യൂസിന് പറ്റി കുറച്ച് ഡ്രസ്സ് എടുത്തു കേട്ടോ. ശരിക്കും ചേട്ടന് വേണ്ടിയിട്ടാണ് കേട്ടോ ഷോപ്പിങ്ങിന് വന്നത്. പക്ഷെ കൂടുതൽ എടുത്തത് എനിക്കാണെന്ന് മാത്രം. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്കിനി വേറെ കുറേ ഇവിടെ നടന്ന് കാണാനും കുറേ ഉണ്ട് കേട്ടോ. ചപ്പിൾസ്, ഹാൻഡ് ബാഗിൻ്റെ സെക്ഷൻ എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് എല്ലാം ഒന്ന് കവർ ചെയ്യാം. അപ്പോൾ ഈ ഒരു ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഇഷ്ടപ്പെടാതിരിക്കില്ല കേട്ടോ ഡ്രസ്സൊന്നും. കാരണം നല്ല സെലക്ഷനാണ്. നമുക്ക് ഫുൾ കൺഫ്യൂഷൻ ആയിരിക്കും, ഏതെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനിൽ നിൽക്കുകയുള്ളൂ. അല്ല നമുക്ക് ഇഷ്ടപ്പെടാതെ പോവില്ല കേട്ടോ. ഇപ്പോൾ ഡെയിലി യൂസിന് വേണ്ടവർക്കും അതുപോലെ ഇപ്പോൾ പുറത്ത് പോകുമ്പോഴൊക്കെ ഇടാനുള്ള സിമ്പിളായിട്ടുള്ള ഡ്രസ്സും അതുപോലെ തന്നെ ഇപ്പോൾ കൂടുതലും വിൻ്റർ സീസണിൽ ഇടാൻ പറ്റിയ ഡ്രസ്സൊക്കെയാണ് കേട്ടോ ഞാൻ നോക്കുമ്പോൾ കാണുന്നത്. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. നല്ല അടിപൊളിയായിട്ടുണ്ട്.
അപ്പോൾ ഇവിടെ നല്ല തണുപ്പ് കൂടി കൂടി വരിക കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ കൂടുതൽ ഈ തണുപ്പ് സമയത്ത് ഇടാൻ പറ്റിയ ഡ്രസ്സാണ് കൂടുതൽ. ഇത് കാണുമ്പോൾ തന്നെ അറിയാലോ. കാരണം കൂടുതൽ വരും ഇങ്ങനത്തെ ഡ്രസ്സൊക്കെയാണ് എടുക്കുക. കാരണം നല്ല തണുപ്പാണ് കേട്ടോ. അതുകൊണ്ട് അങ്ങനെ നമ്മൾ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു. അതിനുശേഷം വേഗം നമ്മൾ ചപ്പൽസിൻ്റെ സെക്ഷനിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ ചപ്പൽസിൻ്റെ സെക്ഷനിലേക്ക് വന്നപ്പോൾ നിങ്ങൾക്ക് കാണാൻ തന്നെ അറിയാം, ഇതൊക്കെ നമുക്ക് തണുപ്പ് സമയത്ത് ഇടാൻ പറ്റിയ ചപ്പൽസാണ് ഒരു സെക്ഷനിൽ കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ വേണ്ടി. അതുപോലെ തന്നെ ഇത് ഇട്ടാൽ നമ്മുടെ കാലിൽ വലിയ തണുപ്പൊന്നും വരില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ചപ്പൽ ഞാൻ വാങ്ങിയിട്ടുണ്ട് നമുക്ക് റൂമിൽ ഇടാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ചെരുപ്പുകൾ നല്ല സെലക്ഷൻ, നല്ല റേറ്റ് കുറവുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആ റെഡ് ഷൂ പോലത്തെ ചെരുപ്പൊന്നും എടുത്തു. ഞാൻ എടുക്കണമെന്ന് വിചാരിച്ചല്ല കേട്ടോ, പക്ഷേ കണ്ടപ്പോൾ റേറ്റ് കുറവെന്ന് തോന്നി, പിന്നെ കാണാനും കുഴപ്പമില്ലാന്ന് തോന്നിയപ്പോൾ ഞാനതൊന്നും എടുത്തു കേട്ടോ. അപ്പോൾ ചേട്ടൻ ചോദിക്കുന്നുണ്ട് എനിക്കാണോ ഷോപ്പിങ്ങിനോ അതോ നിനക്കാണോ ഷോപ്പിനോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെയും കുറേ നേരം ഒന്ന് സ്പെൻഡ് ചെയ്തു. അപ്പോൾ ചെരുപ്പുകളും ഇവിടെ നല്ല സെലക്ഷൻ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ റേറ്റ് കുറവുണ്ട്. അപ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷയില്ല കേട്ടോ. കാരണം പിന്നെ അത് എടുക്കണമെന്നുള്ളൊരു കൺഫ്യൂഷനാണ് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉണ്ടാവുക. കാരണം നല്ല സെലക്ഷൻ ഉണ്ട് കേട്ടോ എല്ലാം. അപ്പോൾ ഞാൻ ഈ ഒരു ഷൂ ആട്ടോ ഞാൻ പിന്നെ എടുത്തത്. അപ്പോൾ ഞാൻ കറക്റ്റ് സൈസാണെന്ന് നോക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും ഞാൻ എടുക്കാൻ പ്ലാൻ ചെയ്തിട്ട് വന്നതല്ല കേട്ടോ. പ്ലാൻ ചെയ്തതൊന്ന് എടുക്കുന്നത് വേറൊന്ന്, അങ്ങനെയായിപ്പോയി ഇന്നത്തെ ഷോപ്പിങ്. പിന്നെ ഇത് ഞാനൊന്ന് ഇട്ട് നോക്കി കേട്ടോ. പിന്നെ ഞാൻ ആ ഒരു ഷൂ പോലത്തെ അതന്നെ ഞാൻ എടുത്തു. അപ്പോൾ ഇവിടെ ചെരുപ്പിൻ്റെ സെക്ഷനായിട്ടും അതുപോലെ ഡ്രസ്സിൻ്റെ, ഹാൻഡ് ബാഗ്, അങ്ങനെ എന്താണ് ഇപ്പോൾ ജെൻസിൻ്റെ ആണെങ്കിലും എല്ലാം വെവ്വേറെ സെക്ഷനായിട്ട് കുറേ ഉണ്ട് കേട്ടോ നമുക്ക് നടന്ന് കാണാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല അടിപൊളി ഷൂകൾ കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള റേറ്റും ആണ് കേട്ടോ ഇവിടെ. അതുകൊണ്ട് തന്നെ നമുക്ക് ശരിക്കും എടുക്കാൻ തോന്നും കേട്ടോ. കണ്ടോ നല്ല അടിപൊളി ഷൂകളാണ്. ലേഡീസിൻ്റെ ഐറ്റംസൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എനിക്കുള്ള പർച്ചേസിങ്ങൊക്കെ ഒരുവിധം കഴിഞ്ഞു. അപ്പോൾ മേലെയാണ് ജെൻസിൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ നമുക്കിനി മേലെ പോയിട്ട് ചേട്ടനും കുറച്ച് പർച്ചേസിങ് ചെയ്യണം. ഇപ്പോൾ ജെൻസിനുള്ള ചെരുപ്പും കാര്യങ്ങളും എല്ലാം മേലെയാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ചേട്ടൻ പർച്ചേസിങ് തുടങ്ങും. പക്ഷേ ചേട്ടൻ്റെ പർച്ചേസിങ് പെട്ടെന്ന് കഴിയും കേട്ടോ. പക്ഷെ ഞാൻ ഒരുപാട് ടൈം എടുത്തു കേട്ടോ. കാരണം കറങ്ങിയവിടെ തന്നെ കുറേ നേരം ഞാൻ ഇരുന്ന് കറങ്ങിയിട്ടുണ്ട്. കൺഫ്യൂഷൻ, നമുക്ക് ഏതെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ വന്നതുകൊണ്ടാണ് കേട്ടോ. പിന്നെ അങ്ങനെ ഇതാ മേലെ വന്നു. അപ്പോൾ ഈ ഒരു ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ ശരിക്കും സമയം പോകണത് അറിയില്ല കേട്ടോ. കാരണം നടന്ന് കാണാൻ വേണ്ടി തന്നെ കുറേ ഉണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മുടെ ഒരു പർച്ചേസിങ് ആകുമ്പോൾ ഒരുവിധം ടൈം ആയിക്കോളൂ കേട്ടോ. പെട്ടെന്ന് ടൈം പോകും.
എന്താ ചേട്ടനുള്ള പർച്ചേസിങ് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ചേട്ടന് ഇപ്പോൾ തണുപ്പ് ടൈമിൽ ഇടാൻ പറ്റിയ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് എടുത്തത്. പിന്നെ നല്ല റേറ്റ് കുറവുണ്ട്, അതുപോലെ തന്നെ നല്ല സെലക്ഷൻ ഉണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര അധികം ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ ജെൻസിൻ്റെ ആണെങ്കിൽ നല്ല സെലക്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും താഴോട്ട് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇതൊരു 20 റിയാലിൻ്റെ ഷോപ്പാണ്. പക്ഷേ 20 റിയാൽ മാത്രമല്ല കേട്ടോ, 23 റിയാലിൻ്റെ അതുപോലെ റേറ്റ് കുറവുള്ളത് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. കൂടുതൽ ഞാൻ 23 റിയാലിനാണ് ഇവിടെ കണ്ടത്. പിന്നെ ഞാൻ വീണ്ടും താഴോട്ട് വന്നിട്ട് ലേഡീസിൻ്റെ സെക്ഷനിലേക്ക് വീണ്ടും വന്നു കേട്ടോ. അപ്പോൾ എന്താ വരാൻ കാരണമുണ്ട്, ഞാനിപ്പോൾ ഒരു ഡ്രസ്സ് കാണിച്ചു കേട്ടോ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത് കണ്ടോ, ഒരു കിളിപ്പച്ച കളറ്, ആ ഡ്രസ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത് വാങ്ങണോ വാങ്ങേണ്ടതുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു. അപ്പോൾ അടുത്ത് വന്ന് സൂം ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് അത്ര വലിയൊരിത് തോന്നിയില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ പിന്നെ അതെടുത്തില്ല. പിന്നെ ഞാനൊരു കോട്ട് മാത്രം എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കോട്ട് സിമ്പിളായിട്ട്, കാരണം ഇവിടുന്ന് ഞാൻ ഓൾറെഡി പർച്ചേസ് ചെയ്തിട്ട് പോയതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും താഴെ വന്നിട്ട് ഞാൻ പിന്നെ വീണ്ടും ഒന്നും കൂടി അവിടെ നിന്ന് കറങ്ങിയിട്ട് ഈ ഒരു ടോപ്പ്, ഇങ്ങനത്തെ തണുപ്പ് സമയത്ത് ഇടാൻ പറ്റിയൊരു കോട്ടും കൂടി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതും കൂടി എടുത്തു കേട്ടോ. അങ്ങനെ നമ്മൾ ലാസ്റ്റ് ഈ ഒരു സെക്ഷനിലേക്ക് വന്നു കേട്ടോ. ഇവിടെ ഫുൾ ലിപ്സ്റ്റിക്ക്, നെയിൽ പോളിഷ്, അതാണ് നമ്മുടെ മേക്കപ്പ് ഐറ്റംസ് ഇല്ല, അതൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ മാല, കമ്മലുകൾ, അതുപോലെ നമ്മുടെ റിങ്സ്, അങ്ങനത്തെ ഫാൻസി ഐറ്റംസും എല്ലാം കൂടിയിട്ടായിരുന്നു കേട്ടോ. എന്തായാലും നല്ല അടിപൊളി ആയിട്ടുണ്ട്. അങ്ങനെ ഇവിടെയും കുറച്ച് നേരം നമ്മളൊന്ന് കറങ്ങി കേട്ടോ. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. നല്ല അടിപൊളി ഷോപ്പിംഗ് ആയിരുന്നു, അതുപോലെ തന്നെ നല്ല സെലക്ഷൻ ഉണ്ട് കേട്ടോ ഇവിടെ. ശരിക്കും ഒരു വിൻ്റർ ഷോപ്പിംഗ് തന്നെയായിരുന്നു. കാരണം കൂടുതലും ഈ ഒരു തണുപ്പ് സമയത്ത് ഇടാൻ പറ്റിയ ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പർച്ചേസ് ചെയ്തത്. അപ്പോൾ ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലാട്ടോ, ഇനി നേരെ റൂമിലോട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതുപോലെ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ സ്കിൻ കെയറിൻ്റെ വീഡിയോസ്, അതുപോലെ തന്നെ ഹെയർ കട്ടിൻ്റെ വീഡിയോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. നിങ്ങൾക്ക് എങ്ങനത്തെയാണ് ഇഷ്ടം, അങ്ങനത്തെ വീഡിയോസൊക്കെ ഞാൻ ചെയ്യാവുന്നതാണ് കേട്ടോ. അതുപോലെ എന്തെങ്കിലും സജഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം. അതുപോലെ നിങ്ങളുടെ സപ്പോർട്ട് കൂടെ ഉണ്ടാവണം. ഓരോ മെസ്സേജ് വായിക്കുമ്പോഴും ഒരുപാട് സന്തോഷമാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.